രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന, നാട്ടുകൂട്ടായ്മകളിൽ മുന്നിൽ നടക്കുന്ന, ധർമ്മത്തിനും നന്മക്കും നാട്ടിലെ നല്ലതിനും വേണ്ടി നേതൃത്വം നൽകുന്ന, തന്റെ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ എല്ലാം ആയിത്തീരുന്ന തലമുറയും അതിലുണ്ട്. എന്നാൽ അതേ സമയത്ത് വേണ്ടാത്തരങ്ങളിൽ മുഴുകുന്ന ആളുകളും ഉണ്ട് എന്നൊരു തിരിച്ചറിവാണ്. ഈ അടുത്ത് ഒരു മകനെ കൊന്ന അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചു. മകനെ കൊന്ന അച്ഛൻ എന്ന് പറഞ്ഞാൽ മകനെ കൊല്ലുക എന്നുള്ളതൊന്നും ഒരു അച്ഛനൊരിക്കലും സാധിക്കില്ലല്ലോ. പക്ഷേ ജാമ്യത്തിലിറങ്ങി നാട്ടുകാരൊക്കെ ഭീതിയോടുകൂടി ആ മനുഷ്യനെ നോക്കുമ്പോ അയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു അത്രേ, മകനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഞാൻ ശ്രമിച്ചത്, പക്ഷെ അബദ്ധത്തിൽ സംഭവിച്ചതാ. പക്ഷെ ആ സംഭവിച്ചത് ഇപ്പോൾ ഒരു നന്മയാണ് എന്ന് തോന്നുന്നുണ്ട് എന്നാണ്. ഒരു അച്ഛൻ ലഹരിബാധിതനായ ഒരു മകൻ മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നിടത്തേക്കും മാത്രം അപകടകരമാണ് ലഹരി എന്ന് പറയുമ്പോൾ തീർച്ചയാണ് പുതിയ തലമുറയിലും പഴയ തലമുറയിലുമൊക്കെ ലഹരി ഉണ്ടാക്കുന്ന വല്ലാത്ത പ്രതിസന്ധികളുണ്ട്. ഒരുപക്ഷെ പഴയ കാലത്ത് ലഹരി ഉപയോഗിച്ചിരുന്നവർ ഉണ്ടാക്കാത്ത പ്രതിസന്ധികൾ സമൂഹത്തിനകത്ത് പുതിയ രാസലഹരികൾ കൊണ്ടും സിന്തറ്റിക് ലഹരികൾ കൊണ്ടും പുതിയ തലമുറ ഉണ്ടാക്കുമ്പോൾ എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ നാട്ടുകൂട്ടങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാർ നേതൃത്വം നൽകേണ്ടതുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ പാരന്റ്സ് ഗ്രൂപ്പുകളും PTA കളും അതിനുള്ള സംവിധാനം